എല്ലാവർക്കും അറക്കൽ സ്റ്റാർസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ അല്ലേ, നമ്മളിപ്പോൾ ഉള്ളത് ഹൗസ് ബോട്ടിലാണ് കേട്ടോ. വെക്കേഷനൊക്കെ ആയില്ലേ, അപ്പോൾ ഒരു ട്രിപ്പ് അടിക്കാമെന്ന് വിചാരിച്ച ഹൗസ് ബോട്ടിൽ. ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ. അപ്പം ഇതിൻ്റെ നല്ല നല്ല കാഴ്ചകളാണ് നമുക്ക് ഈ ഹൗസ് ബോട്ടിൽ കൂടെ കാണാൻ പറ്റുന്നത്. കുറേ ഹൗസ് ബോട്ട് കായലിലൂടെ യാത്ര ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം നല്ല കാഴ്ചകളാണ് കേട്ടോ ഇതൊക്കെ. അപ്പം ഇടയ്ക്ക് കുറച്ച് സ്പീഡ് ബോട്ട്സും ഒക്കെ പോകുന്നുണ്ട് കേട്ടോ. കുതിച്ച് വായന കാണുമ്പോൾ നമുക്കൊരു ടെൻഷൻ പോലാണ് കേട്ടോ. ഈ കാണുന്നത് ഒരു മനോഹരമായ ഒരു ബ്രിഡ്ജാണ് കേട്ടോ. റെഡ് നിറത്തിലുള്ള ഈ ഒരു ബ്രിഡ്ജ് കാണാൻ വളരെ ഭംഗിയാണ് കേട്ടോ. ഇപ്പം ഇത് ഹൗസ് ബോട്ടിലെ ഒരു പ്ലാസ്റ്റിക് പുല്ലാണ് കേട്ടോ. നല്ല ഭംഗിയാണ് കേട്ടോ. അപ്പം ദേണ്ട് കുറേ നേരം നമ്മുടെ ഫാമിലിയായിട്ടൊക്കെ വർത്തമാനം പറഞ്ഞ് ഹൗസ് ബോട്ടിൽ ഇങ്ങനെ മുകളിലത്തെ ഇതിൽ നമ്മൾ ഇരിക്കുകയാണ് കേട്ടോ, കാഴ്ചകളൊക്കെ കണ്ട്. അപ്പം ഈ ഒരു കായലിൽ കൂടെ കുറേ വീടുകൾ അങ്ങേയും ഇങ്ങേയും സൈഡിലൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം ഞങ്ങൾ ആലോചിക്കുകയായിരുന്നേ 2018 ഇവരുടെ എങ്ങനെയായിരുന്നു എന്നൊക്കെ. അപ്പം വളരെ ദുരന്തമായിരിക്കും അല്ലേ. പിന്നെ കുറേ വീടുകളൊക്കെ പുതുക്കി പടിഞ്ഞ് ഇങ്ങനെ മേൽവശം താക്കിയൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നേ. അപ്പം വളരെ ഭംഗിയുള്ള കാഴ്ചകളാണ് നമുക്ക് കാണാൻ സാധിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ തന്നെ നോക്കിക്കുക എന്തൊരു ഭംഗിയുള്ളതാണെന്ന്. അപ്പം ഇടയ്ക്ക് കുറേ പോകുമ്പോൾ നമുക്ക് നല്ല ഹൗസ് ബോട്ട്സ് കുറേ ചെറിയ കായൽ വലിയ കായൽ അങ്ങനെയൊക്കെയാണ് കേട്ടോ നമ്മൾ പോകുന്നത്. അപ്പം ആദ്യമേ അവർ വെൽക്കം ചെയ്തത് ഒരു പാഷൻ ഫ്രൂട്ട് ജ്യൂസൊക്കെ തന്നിട്ടാണ് കേട്ടോ. അപ്പം ഇവിടെ ഉച്ചക്കത്തെ ഫുഡും വൈകിട്ടത്തെ ഈവനിങ് ചായയും സ്നാക്സും ഒക്കെ അവൈലബിൾ ആണ്. അപ്പം അതേണ്ട് നമ്മളൊരു വലിയ ബ്രിഡ്ജിൻ്റെ അടിയിൽ കൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം അതേണ്ട് ഞാൻ കുറച്ച് ദിവസമൊക്കെ ആയിട്ടുണ്ട് വീഡിയോ എടുത്തിട്ട്. ലാസ്റ്റ് എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ ബർത്ത്ഡേ പാർട്ടിക്ക് പോയതിനായിരുന്നു. അത് കഴിഞ്ഞ് കുറേ കഴിഞ്ഞാണ് ഇപ്പോൾ ഇതിൻ്റെ വീഡിയോ. ഇതെന്ന് പറയുന്ന ഒരു മെയിൻ ഹൈലൈറ്റ് ആണല്ലോ അല്ലേ. അപ്പം ഞങ്ങൾ കുറേ റീൽസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇവിടെ വെച്ച്. അപ്പം ദേണ്ടേ ഇവിടെ ഈ ഹൗസ് ബോട്ടിലെന്ന് പറയുമ്പോൾ ഒരു ബെഡ്റൂം ഉണ്ട്. പിന്നെ അതിനകത്ത് തന്നെ ഇൻക്ലൂഡഡ് ആണ് വാഷ്റൂമൊക്കെ. പിന്നെ ഹൗസ് ബോട്ടിൽ തന്നെ കിച്ചനും, പിന്നെ താഴെ ഏറ്റവും താഴത്തെ നിലയിൽ TV-യും സ്പീക്കറും മ്യൂസിക്കൊക്കെ ഉണ്ടെങ്കിൽ സ്പീക്കറും കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡഡ് ആണ് കേട്ടോ. അപ്പോൾ ദേണ്ടേ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് വളരെ ഒരു പീസ്ഫുൾ ലാൻഡാണ് കേട്ടോ. ഇവിടെയുള്ളവർക്കൊക്കെ ചിലപ്പോൾ തോണിയിലായിരിക്കും പോകാൻ പറ്റുക. ഇപ്പം വീലേഴ്സൊന്നും ഇവിടെ വെഹിക്കിൾസൊന്നും പറ്റത്തില്ലല്ലോ, രണ്ട് സൈഡും വെള്ളമല്ലേ. അപ്പോൾ ദേണ്ടേ ഇതാണ് കേട്ടോ സ്പീഡ് ബോട്ട്. വളരെ വേഗത്തിലാണ് കേട്ടോ പോകുന്നത്. അപ്പം വേണ്ടേ ഇതാണ് കേട്ടോ സ്പീഡ് ബോട്ട്. നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഞങ്ങളാണ് കേട്ടോ ഇതിനകത്തുള്ളത്. ഞങ്ങളെ ഫാമിലി ആയിട്ടാണ് ഞങ്ങളിപ്പോൾ കയറിയിട്ടുള്ളത്. ഞങ്ങളെല്ലാവരും കയറുന്നത് കണ്ടപ്പോൾ ഞങ്ങൾക്ക് ഒരു കൗതുകം തോന്നിയപ്പോൾ ഞങ്ങളാണ് കേട്ടോ ഇതിനകത്ത്. ആദ്യമൊക്കെ ഒരു പേടി ഉണ്ടായിരുന്നെങ്കിലും പിന്നെ എല്ലാം ഓക്കെ കേട്ടോ. ഇടയ്ക്ക് ബ്രീത്തിങ് പ്രോബ്ലം ഒക്കെ ഉണ്ടായിരുന്നുണ്ടെങ്കിലും പിന്നെ അങ്ങ് കുറിച്ച് പോയപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് എനിക്കെല്ലാം ത്രില്ലായിരുന്നു കേട്ടോ. ഞങ്ങളാണ് കേട്ടോ ഇതിനകത്തുള്ളത്. വളരെ ഇതാണ് കേട്ടോ. ഒരാൾക്ക് 300 രൂപ വീതമായിരുന്നു കേട്ടോ. ഇത് 5 വയസ്സ് വരെയുള്ളവർക്ക് ഡിസ്കൗണ്ട് കാണും, അല്ലാത്തവർക്ക് 300 വെച്ച് തന്നെ ഒരാൾക്ക്. അപ്പോൾ തീണ്ടേ ഞങ്ങളിങ്ങനെ കുതിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ തീണ്ടേ ഇത് കായലിലാണെങ്കിൽ ഉപ്പുവെള്ളമാണ് കേട്ടോ. വായിൽ കുറേ പോയിട്ടുണ്ടായിരുന്നു സ്പീഡ് ബോട്ടിൽ കയറിയപ്പോൾ. അപ്പോൾ തീണ്ടേ ഞങ്ങളിങ്ങനെ പാഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ.
ഫ്രണ്ട്സ്, ആദ്യം തന്നെ ഞാൻ പറയാൻ വിട്ടൊരു കാര്യം എന്ന് പറയുന്നത്, ഞങ്ങൾ പള്ളാത്തുരുത്തിയിൽ നിന്നാണ് കേട്ടോ ഹൗസ് ബോട്ടിലോട്ട് കയറിയത്. അപ്പം രാവിലെ 11 മണി ആണ് ചെക്ക് ഇൻ ടൈം. എന്നിട്ട് നമ്മുടെ യാത്ര തീരുന്നത് 4:45 കേട്ടോ. 11 മണിക്കാണ് ചെക്ക് ഇൻ എങ്കിലും ഞങ്ങൾ 10:30 തന്നെ ഹൗസ് ബോട്ടിൽ കയറുകയും ഹൗസ് ബോട്ട് വിടുകയും ചെയ്തു കേട്ടോ. കുറേ കൊച്ചു കായലും വലിയ കായലും കൂടെയാണ് നമ്മുടെ യാത്ര. അവിടെ നമുക്ക് ഇതൊക്കെ ഡിസ്ക്രൈബ് ചെയ്ത് തരാൻ ഒരു അങ്കിളുണ്ടായിരുന്നു. അങ്കിള് പറഞ്ഞു തന്നു ആ അങ്ങേ സൈഡിലാണ് കുമരകം, അങ്ങനെ നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് കേട്ടോ ഫുഡ്. അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾ മനസ്സിലായി കാണും. കരിമീൻ വറുത്തതുണ്ട്, ചോറുണ്ട്, പപ്പടമുണ്ട്, ചിക്കൻ കറിയുണ്ട്, തോരനുണ്ട്, അങ്ങനെ ഒത്തിരി സാധനങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ വേണ്ടേ നമ്മളങ്ങനെ ഇടയ്ക്ക് കുറച്ച് റീൽസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ പാട്ട് ഏതാണെന്ന്. ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള മലയാളം എന്ന സോങ്ങാണ് ഞാൻ കളിച്ചിട്ടുണ്ടത്. എൻ്റെ മാത്രമല്ല വേറെ ഒരു റീൽസും കൂടെ ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം എല്ലാവരും കണ്ടെന്ന് വിചാരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ നമ്മുടെ കുഞ്ഞു വീഡിയോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോഴത്തേക്കും ബൈ.